നോക്കി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വേഗം. ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. സ്ഫിയർ എന്ന മാത്തമാറ്റിക്കൽ ഷേപ്പുമായി ബന്ധപ്പെട്ട, സോളിഡ് ഷേപ്പുമായി ബന്ധപ്പെട്ട വേറെ ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് ഇന്നലെ കയറാൻ ടൈം കിട്ടിയില്ല. ആണല്ലോ അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കോണിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്തായിരുന്നു? വോളിയം ഓഫ് എ കോൺ. അഹമ്മദ് അബ്ദുൽ കരീം, വോളിയം ഓഫ് എ കോൺ 1/3 pi r square h. 1/3 pi r square h ആണ്. ഇൻ സർഫേസ് സർഫസ് ഏരിയ ഓഫ് എ കോണോ? Surface area of a cone 1 pi r plus 1 pi r square. pi r l plus pi r square. ഓക്കെ. കേൾ സർഫസ് ഏരിയ എന്താ വെച്ചത് കോണിന്റെ? Sir, കേൾ സർഫസ് ഏരിയ ഓഫ് എ കോൺ pi r l. pi r l. ഓക്കെ ഓക്കെ ഓക്കെ. ബേസ് ഏരിയ ഓഫ് എ കോണിന്റെ ഫോർമുല എന്താ? ബേസ് ഏരിയ ഓഫ് എ കോൺ pi r square. pi r square. റൈറ്റ്. ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷേപ്പ് ഫോർ ദ സോളിഡ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് സ്ഫിയർ. ഹെഡിങ് എഴുതിയായിരുന്നു ഇന്നലെ? ഹെഡിങ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കേട്ടോ. അപ്പോൾ സ്ഫിയർ എന്ന് പറയുന്ന പർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ ഷേപ്പിനെ, അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ബോൾ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു, ശരിയല്ലേ? ഓക്കെ. ഇവനെ നമുക്ക് പേപ്പറിലേക്ക് വരയ്ക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു കോൺ വരയ്ക്കുന്ന പോലെ, ഒരു കോൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഐഡിയ കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഐഡിയ കൺവേ ചെയ്യാൻ പറ്റും കോൺ എന്നുള്ള ഷേപ്പ്, അല്ലേ? ഒരു 3 ഡയമെൻഷണൽ ഫീൽ കാണുമ്പോൾ തോന്നുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഡിഫൈൻ ചെയ്യാനും പറ്റും, റൈറ്റ്? എന്നാൽ ഇതുപോലെ നമുക്കൊരു സ്ഫിയർ വരയ്ക്കൽ അത്ര എളുപ്പമുള്ള പണിയല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് to represent a sphere in a paper. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ചെയ്യുക, റെപ്രസെന്റ് ചെയ്യേണ്ട വളരെ അത്യാവശ്യ സിറ്റുവേഷൻ വന്നാൽ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്ഫിയറിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് അവന് 3 ഡയമെൻഷനായ റെപ്രസെന്റേഷൻ കൊടുക്കാനോ വരയ്ക്കാനോ ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ എവരിവൺ? അപ്പോൾ നമ്മൾ ഇതിന് ഷെയ്ഡ് ഒന്നും കൊടുത്ത് 3 ഡയമെൻഷണൽ കോലത്തിലേക്ക് മാറ്റണമെന്ന് ഞാൻ പറയുന്ന അർത്ഥം. ഇൻ കേസ് നമുക്ക് വരയ്ക്കേണ്ട നിർബന്ധിത സാഹചര്യം വന്നാൽ ഒരു സർക്കിളാക്കി മാത്രമേ വരച്ചാൽ മതി. ഓക്കെ, ശരി. ഇനി കേട്ടോ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്ഫിയറിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട്, അവന്റെ മെഷർമെന്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ സ്ഫിയർ എന്ന് പറയുന്ന ആൾ നിങ്ങൾ ആലോചിച്ച് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ ഗ്രൗണ്ടിൽ ഒരു ബോൾ വെച്ചേക്കാണ്. സ്ഫിയറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ബോൾ? ഓക്കെ, കേട്ടോ. നമ്മൾ ഗ്രൗണ്ടിൽ ഒരു പിരമിഡ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പിരമിഡിന്റെ ഏത് പോർഷനാണ് ഗ്രൗണ്ടിൽ ഇങ്ങനെ കൃത്യമായിട്ട് പതിഞ്ഞിരിക്കുക? ഒരു പിരമിഡ് വെച്ചാൽ മാനമ്മൻ, ഒരു പിരമിഡ് ഗ്രൗണ്ടിൽ വെച്ചാൽ ഏത് പോർഷനാണ് കറക്റ്റ് ഗ്രൗണ്ടിൽ പതിഞ്ഞിരിക്കുക? ഒരു പിരമിഡ് ഗ്രൗണ്ടിൽ വെച്ചാൽ ആ പിരമിഡിന്റെ ഏത് പോർഷനാണ് ഗ്രൗണ്ടിൽ കൃത്യമായി ടച്ച് ചെയ്തിരിക്കുക? ബേസിന്റെ ഷേപ്പ് എന്താ? ഒരു സ്ക്വയർ ആണ്, അല്ലേ? നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ പ്ലേസ് ചെയ്താട്ടോ. ഒരു പിരമിഡ് കറക്റ്റ് നമ്മൾ ടേബിളിൽ വെച്ചാൽ ആ സ്ക്വയർ കറക്റ്റ് ടേബിളിൽ ടച്ച് ചെയ്തിരിക്കും, റൈറ്റ്? അതുകൊണ്ട് നമ്മൾ അതിന്റെ ബേസ് എന്ന് വിളിക്കുന്നത്, ചുമ്മാ വിളിക്കുന്നതല്ല. ആ ബേസ് എന്ന് വിളിക്കാനുള്ള കാരണം ആ സ്ക്വയർ ആണ് അവിടെ ടച്ച് ചെയ്തിരിക്കുക, ശരിയല്ലേ? ഓക്കെ. ഇത് തന്നെ നമ്മളൊരു കോണിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും, ഒരു കോണിന്റെ ടേബിൾ നിങ്ങൾ ഇങ്ങനെ വെച്ചു, ഏത് പോർഷൻ ടച്ച് ചെയ്ത് വെക്കുക? ശ്രേയ, ഏത് പോർഷൻ ടച്ച് ചെയ്ത് വെക്കുക? സർക്കിൾ. ഒരു സർക്കിൾ ആണ്.
അതുകൊണ്ട് നമ്മൾ പറയും കോണിന്റെ ബേസ് ഏരിയയുടെ കോണിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. റൈറ്റ്? ഈ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ ഒരു ബോൾ, സ്ഫിയറിന്റെ ഷേപ്പിലുള്ള ഒരു ബോൾ ഇതെങ്ങനെ ഗ്രൗണ്ടിൽ വെച്ചു. ഓക്കെ, എന്താണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബോൾ കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിരമിഡിലും കോണിലും ഡിഫൈൻ ചെയ്ത പോലെ ഒരു കൃത്യം മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഫിഗർ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ ഇല്ലയോ? ഗൗരി, can we say that a mathematical shape is there which touch the circle in the case of a sphere? ഇല്ല. അവൻ ജസ്റ്റ് ഏതോ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് നിൽക്കുക അല്ലേ? am I right? അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഫിയറിന്റെ ബേസ് എന്ന് പറഞ്ഞൊരു ഷേപ്പ് ഇല്ല. ഓക്കെ, ബേസ് എന്ന പേരിൽ നമുക്കൊരു ഷേപ്പ് കണ്ടെത്താൻ പറ്റില്ല. വ്യക്തമാണോ എല്ലാവർക്കും? ശരി, നിൽക്കട്ടെ. രണ്ടാമതായിക്കൊണ്ട് പ്രധാന പോയിന്റ്, ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഫിയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സ്ഫിയറിന് എന്തൊക്കെ മെഷർമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു സർക്കിൾ ആയിരുന്നുവെങ്കിൽ എന്തൊക്കെ മെഷർമെന്റ് കിട്ടുക മാൻഷാപ്പിയെ? നോർമലി റേഡിയസും പിന്നെ ഈ റേഡിയസ് അളക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരൊക്കെ നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുക? എവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് എന്ന് പറയാം? സെന്ററിൽ നിന്ന്. അപ്പോ സർക്കിൾ ആയിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് ഉണ്ടാവുക ഒരു സെന്റർ ഉണ്ടാവും, ഈ ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് എന്ന് പറയും. ശരിയല്ലേ? സ്ഫിയറിനും ഉള്ളത് ഇതേ സാധനം തന്നെ കേട്ടോ. സ്ഫിയറിന്റെ കൃത്യം നടുക്ക്, സ്ഫിയറിന്റെ ഉള്ളിൽ ചിന്തിക്കണം. 3 ഡയമെൻഷനിൽ ഒരു ബോൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ബോളിന്റെ ഉള്ളിലുള്ള പോയിന്റ് പിടിയിടാം. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് നമ്മൾ സെന്റർ ഓഫ് ദ സ്ഫിയർ എന്ന് പറയാം. ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ സ്ഫിയറിന്റെ എങ്ങോട്ട് ലൈൻ വരച്ചാലും ഇതിനെല്ലാം ഒരേ വലിപ്പമായിരിക്കും. ആ ലെങ്ത് നമ്മൾ വിളിക്കുന്നതാണ് റേഡിയസ്. പിടിയിടാം. ഇനി ഈ ഒരു മെഷർമെന്റ് മാത്രമാണ് നമ്മളുടെ സ്ഫിയറിനുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റ് ഷേപ്പുകൾ പഠിച്ചപ്പോൾ 4 മെഷർമെന്റ് 3 മെഷർമെന്റ് ഒക്കെ വന്നിരുന്നു, ട്രയാങ്കിൾ ഒക്കെ വന്നിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരേ ഒരു മെഷർമെന്റേ വരുന്നുള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി, താഴെ എഴുതിക്കോ. സ്ഫിയറിലെ ഹെഡിങ്ങിന് താഴെ a sphere is a solid shape. A sphere is a solid shape similar to a circle. Similar to a circle. Similar to a circle. ബാക്കി പറയാലോ അല്ലേ? നെക്സ്റ്റ് സെന്റൻസ്, like a circle, a circle, comma, a sphere also has a center and a radius. Has a center and a radius. നെക്സ്റ്റ് ലൈനിൽ നമ്മളെ സർക്കിളിനെ പകുതിക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പീസിനെ എന്ത് പേരെ വിളിക്കുക? സർക്കിളിനെ കൃത്യം പകുതിക്ക് മുറിച്ചാൽ മുഹമ്മദ് ഫാസിൽ സെമി സർക്കിൾ നമ്മൾ വിളിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരു സ്ഫിയറിനെ കൃത്യം നടുക്ക് വെച്ച് കട്ട് ചെയ്യുക.
ഒരു സ്ഫിയറിനെ കൃത്യം പകുതിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. സർക്കിളിന്റെ പകുതിയെ സെമി സർക്കിൾ എന്ന് വിളിക്കും. സർക്കിളിന്റെ പകുതിയെ സെമി സർക്കിൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ പകുതിക്ക് എന്ത് പേര് പറയാം? അല്ല മെന്റിയസ് ഒന്ന് പറഞ്ഞു നോക്കി. സാർ സെമിസ്ഫിയർ എന്നാണ്. സെമിസ്ഫിയർ. സെമിസ്ഫിയർ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കും. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഹെമിസ്ഫിയർ എന്നാണോ? ഹെമിസ്ഫിയർ. രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ കോമൺ ഹെമിസ്ഫിയർ എന്നുള്ള വേർഡാണ്. ഓക്കെ, ഈ ഹെമിസ്ഫിയർ എന്നുള്ള വാക്ക് ഈവൻ ദോ ഇൻ മാത്തമാറ്റിക്സ് വി ആർ ഹിയറിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിനു മുമ്പ് വേറൊരു സബ്ജക്റ്റിൽ നിങ്ങൾ ഈ വാക്ക് പഠിച്ചിട്ടുണ്ട്. ഓർക്കണ്ട എവിടെയാന്ന്? ഇതിനു മുമ്പ് ഒരു സബ്ജക്റ്റിൽ ഈ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡു എനിവൺ റിമെമ്പർ? ഒരാളുണ്ട്, രണ്ടാളുണ്ട്, 4. മുഹമ്മദ് അബ്ദുറഹ്മാൻ പറ. സോഷ്യലില് ജിയോഗ്രഫി. ആ, എന്നാ പഠിച്ചേക്കുന്നേ? എർത്തിന്റെ രണ്ട് ഹെമിസ്ഫിയർസ് രണ്ട് പേരുണ്ടല്ലോടാ, എന്തൊക്കെയാ? നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ. പറഞ്ഞ കറക്റ്റാ. നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ എന്ന് രണ്ട് പേരിൽ നമ്മൾ ഇവനെ SS സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ നേരെ പകുതി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ കേട്ടോ. ശരി, ഒരു പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ ടൈം തരാം. അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതൊരു സ്ഫിയർ ആണെങ്കിൽ ഞാൻ ഈ സ്ഫിയർ നേരെ പകുതിക്ക് ഇത് ഇങ്ങനെ മുറിക്കുക. ഇത് ചോദിക്കോളൂ കേട്ടോ, ഞാൻ കട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുക. ഇവന് നമ്മൾക്ക് കൃത്യം ഫിഗർ ആയിട്ട് വരയ്ക്കാൻ പറ്റൂ കേട്ടോ. വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ കൃത്യം പകുതിക്ക് 2 പീസാക്കി മുറിച്ചു. അങ്ങനെ മുറിച്ചാൽ ഈ കാണുന്ന പോർഷൻ കണ്ടില്ലേ, ഓൾമോസ്റ്റ് കൃത്യം വരയ്ക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാടോ. കണ്ടോ, ഇവിടെ സെന്റർ, അതുപോലെ തന്നെ ഇവിടെ. ചുമ്മാ ഒരു സർക്കിളിന്റെ പകുതി അല്ലാന്ന് ഫീൽ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കാണിച്ചേ. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ. നമ്മളൊക്കെ ബ്ലാക്ക് ഇട്ട് കാണിച്ചാട്ടാ നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെമിസ്ഫിയർ എന്ന് പറയാം. ഇത് ഒരു ഹെമിസ്ഫിയർ, ഇത് അടുത്ത ഹെമിസ്ഫിയർ. വ്യക്തമാണോ എവരിവൺ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെച്ചേ. 1 മിനിറ്റ് മാക്സിമം കേട്ടോ, വേഗം നോട്ട് ചെയ്തേ. വേഗം വേഗം. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ വേണ്ടതൊക്കെ നോട്ട് ചെയ്തോളണ്ടോ? നിങ്ങൾക്ക് തിരിയുന്ന കോലത്തിൽ നോട്ട് ചെയ്തോളണ്ടോ? സ്പീഡ് നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിറ്റി ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പോയിന്റിൽ വേണമെങ്കിൽ ചോദിച്ചോ. വേഗം. 30 seconds more to note down. 30 seconds more to note down.
കഴിഞ്ഞില്ലേ? ഓക്കെ, റൈറ്റ്. കേട്ടോ? ഇനി അപ്പൊ നമ്മള് ഒരു സ്ഫിയറിന്റെ മെഷർമെന്റ് എന്തൊക്കെയാന്ന് പഠിച്ചു, സെന്റർ ആരാന്ന് പഠിച്ചു, റേഡിയസ് ആരാന്ന് പഠിച്ചു, സ്ഫിയറിനെ പകുതിക്ക് കട്ട് ചെയ്ത ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു പഠിച്ചു, അതിന്റെ ഷേപ്പ് എന്താന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഒരു കോണും അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡും നമ്മൾ പഠിച്ചപ്പോ കോണിന്റെയും സ്ക്വയർ പിരമിഡിന്റെയും എന്തൊക്കെ സംഗതികൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു? കോണിന്റെയും പിരമിഡിന്റെയും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ് നമ്മൾ പഠിച്ചത്? ഷഹാൻ, ഹൈറ്റ് അത് പൈതഗോറസ് തിയറം ഒക്കെ വേറെ, അല്ലാതെ വേറെ അതല്ലാതെ വോളിയം വോളിയം ആൻഡ് സർഫസ് ഏരിയ നമ്മൾ പഠിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെ നമുക്ക് വോളിയം ഓഫ് എ കോൺ കണ്ടുപിടിക്കാം, എങ്ങനെ വോളിയം ഓഫ് എ പിരമിഡ് കണ്ടുപിടിക്കാം, എങ്ങനെ സർഫസ് ഏരിയ ഓഫ് എ കോൺ കണ്ടുപിടിക്കാം, എങ്ങനെ സർഫസ് ഏരിയ ഓഫ് എ പിരമിഡ് കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഇതിനെല്ലാം കൃത്യം ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വോളിയം ഓഫ് എ കോണിന്റെ ഫോർമുല? മുഹസിൻ മുസ്തഫ റിപ്പീറ്റ് ചെയ്തേ. മുഹസിൻ മുസ്തഫ വേഗം പറ. വോളിയം ഓഫ് എ കോൺ 1/3 pi r. 1/3 pi r എന്നുള്ളോ വോളിയം ഓഫ് എ കോൺ? pi r square. കംപ്ലീറ്റ് പറടാ. അറിയുള്ളൂ സാർ, ഞാൻ വന്നില്ലായിരുന്നു. അത് പഠിക്കാത്തത് എന്തേ? റബീഷ പറയടാ. വോളിയം ഓഫ് എ കോൺ 1/3 pi r square h. 1/3 pi r square h നമുക്ക് വോളിയം ഓഫ് എ കോണിന്റെ ഫോർമുല ഉണ്ട്. ഈ കോണിന് പകരം പിരമിഡ് ആയാലോ മാഹിൻഷ പി എ വോളിയം ഓഫ് എ പിരമിഡ് 1/3 b square h. 1/3 ബി സ്ക്വയർ എച്ച് ആയിട്ട് മാറും. ഇനിയിപ്പോ സർഫസ് ഏരിയ ഓഫ് കോൺ ആണെങ്കിലോ അതിലേക്ക് സർഫസ് ഏരിയ ഓഫ് കോൺ pi r square plus pi rl. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആറിലാണ്. ഇത് തന്നെ നമ്മളുടെ പിരമിഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോർമുല എന്തായിട്ട് മാറും? അൽഫേ സിദ്ദീഖ്, പിരമിഡിന്റെ സർഫസ് ഏരിയ a square plus 2al. എ സ്ക്വയർ പ്ലസ് 2l അല്ലെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 2b. രണ്ട് ഫോർമുലയും കറക്റ്റ് ആണ്. ഓക്കെ. ഇതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സർഫസ് ഏരിയയും വോളിയവും നമുക്ക് പഠിക്കാനുണ്ട്. സ്ഫിയറിന്റെയും അറ്റ് ദ സെയിം ടൈം ഹെമിസ്ഫിയറിന്റെയും. അപ്പോ സ്ഫിയറിന്റെ വോളിയം, സ്ഫിയറിന്റെ സർഫസ് ഏരിയ, ഹെമിസ്ഫിയറിന്റെ വോളിയം, ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ. ഇതാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള പഠിക്കാനുള്ള ടോപ്പിക്. ഓക്കെ, ഇനി ഞാൻ പറയാം, കേട്ടോളൂ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ സർഫസ് ഏരിയ എന്നുള്ള ആള്, പിരമിഡിന്റെ സർഫസ് ഏരിയ നമ്മളത് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഫോർമുല നിങ്ങൾക്ക് ബി സ്ക്വയർ പ്ലസ് 2b ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നില്ല. അത് എങ്ങനെയാണ് കിട്ടിയേ, എവിടെ നിന്നാണ് കിട്ടിയേ, എന്തായിരുന്നു അത് കിട്ടാനുള്ള വഴി? റിഹാൻ വി എസ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. സാർ ഏതിന്റെ ബി സ്ക്വയർ പ്ലസ് 2bl എന്നുള്ള പിരമിഡിന്റെ ഫോർമുല നമുക്ക് എവിടെ നിന്ന് കിട്ടി? ബേസിന്റെ ബേസ് പറഞ്ഞ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബേസിന്റെ ബേസ് ഇൻറ്റു 2 ഇൻറ്റു ബേസ്. അതൊക്കെ അതിപ്പോ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ബേസ് 2 ഇൻറ്റു ബി ഇൻറ്റു എൽ. അതല്ല, അതെങ്ങനെ കിട്ടി? അങ്ങനെ ഒരു ഫോർമുല നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഫ്രം വേർ ഡിഡ് വി ഗെറ്റ് സച്ച് എ ഫോർമുല? ഇതിന്റെ ഫോർമുല നമുക്ക് എവിടെ നിന്നാ കിട്ടി, എങ്ങനെയാ കിട്ടി? എങ്ങനെയാ കിട്ടി നമുക്ക് ഈ ഫോർമുല? ആ ബേസിന്റെ ഏരിയയും പിന്നെ സൈഡിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയയും. ബേസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഷേപ്പ് സ്ക്വയറിന്റെ സ്ക്വയർ. ഈ ബി സ്ക്വയർ പ്ലസ് 2b എന്നുള്ള ഫോർമുല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടി വന്നതല്ല. ഫോർമുലയുടെ പിന്നിൽ കൃത്യമായ റീസൺ ഉണ്ട്. ബി സ്ക്വയർ റെപ്രസെന്റ് സ്ക്വയറിന്റെ ഏരിയ ആണ്. 2bl 4 ട്രയാങ്കിളിന്റെ ഏരിയാസ് ആണ്. കാരണം ഒരു പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്ക്വയറും അതുപോലെ 4 ട്രയാങ്കിൾസ് വെച്ചിട്ടുമാണ്. റൈറ്റ്? ഇനി ഇത് തന്നെ നമ്മൾ കോണിലേക്ക് വന്നപ്പോൾ ഫോർമുല എന്തായിട്ട് മാറി? സെയിം തിങ് വെൻ വി കെം ടു എ കോൺ. എന്താ സർഫസിന്റെ ഫോർമുല വരിക? ഷാരൻ താഴെയുള്ള സർക്കിളിന്റെ ഫോർമുല പറ. ഫോർമുല പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആറിലാണ്. ഈ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഈ ഫോർമുല എവിടെ നിന്നാണ് കിട്ടിയേ? ബിലാൽ നാസർ.
ടോട്ടൽ സർഫസ് ഏരിയ പ്ലസ് കർവ് സർഫസ്. ബേസിന്റെ ഏരിയ പ്ലസ് കേർവ്ഡ് സർഫസിന്റെ ഏരിയ. കേർവ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സെക്ടറാണ് അല്ലേ? ഈ രണ്ടുപേരെ കൂടി നമ്മൾ മെർജ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫോമുല കിട്ടുക. ശരിയല്ലേ? ഇനി കേട്ടോട്ടോ, ഒരു സ്ഫിയറിന്റെ കേസ് ശ്രദ്ധിച്ചിരുന്നോളാം. ഒരു സ്ഫിയറില് നമ്മൾ പിരമിഡിലോ കോണിലോ ചെയ്ത പോലെ ഒരു ബേസ് ഇല്ല, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? ഇനി അവിടെ ഉള്ളതുപോലെ ഒരു കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് എന്ന് വിളിക്കാൻ പറ്റിയ ആളും ഇവിടെ മിസ്സിംഗ് ആണ്. യു ഗെറ്റ് മീ? ഞാൻ പറയാൻ മനസ്സിലായോ? ഇവിടെ ആകെ ഉള്ളതുണ്ടല്ലോ, ഒരു സ്ഫിയറിന്റെ കയ്യിൽ ആകെ ഉള്ളത് ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് മാത്രമാണ് അല്ലേ? അതിലെവിടെയെങ്കിലും കൃത്യമായ ഒരു ജോമെട്രിക് ഷേപ്പ്, ഒരു ട്രയാങ്കിളോ ഒരു റെക്ടാങ്കിളോ ഒരു സ്ക്വയറോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? ഉണ്ടോ? ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ്. ഈ ബോളിൽ എവിടെയെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഒരു ടച്ച് ചെയ്യുന്ന സൈഡ് ഒരു ട്രയാങ്കിൾ ആയിട്ട് സ്ക്വയർ ആയിട്ട് എന്തെങ്കിലും ഷേപ്പിൽ നിൽപ്പുണ്ടോ? ഉണ്ടോ? ഓക്കെ, പിന്നെ എന്താ ചോദിക്കാൻ വന്നേ? സാർ ഹെമിസ്ഫിയറിലില്ലേ? അത് നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ സ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ക്ലിയർ ആണോ? സ്ഫിയറിൽ ഇങ്ങനെ ചുറ്റും ആ വളഞ്ഞിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അംഗീകരിച്ചോ എല്ലാവരും? എവരിവൺ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കോണിലോ ഒരു പിരമിഡിലോ നമ്മൾ ചർച്ച ചെയ്ത രീതിയിൽ ഇവിടെ നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കൽ പോസിബിൾ അല്ല. അവിടെ നമ്മൾ ഒരു സ്ക്വയറിന്റെ ഏരിയ പ്ലസ് 4 ട്രയാങ്കിളിന്റെ ഏരിയ, അടുത്താണ് ഒരു സർക്കിളിന്റെ ഏരിയ പ്ലസ് സെക്ടറിന്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഫോമുല വരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ മെക്കാനിസം അല്ലെങ്കിൽ മെത്തേഡിലൂടെയാണ്. നമുക്ക് പഠിക്കാനില്ല, നമുക്ക് നേരെ ഫോമുല മാത്രമേ പഠിക്കാനുള്ളൂ. റൈറ്റ്? ഓക്കെ, എഴുതിക്കേ താഴെ. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈക്വൽ ടു surface area of a sphere equal to surface area of a sphere equal to 4 pi r square എന്നാണ് ഫോർമുല. 4 pi r square. R സ്ക്വയറിന്റെ റേഡിയസ് ആട്ടോ വേണേ നോട്ട് ചെയ്ത് വെച്ചോളണം. അത് വേറെ ആരുമല്ല, സ്ഫിയറിന്റെ റേഡിയസ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിയുന്നോൾ നോട്ട് ചെയ്തോളണം. എഴുതിയോ? എവരിവൺ? ശരി, ഇതുപോലെ തന്നെ വോളിയം ഓഫ് സ്ഫിയർ നമുക്ക് ഡയറക്റ്റ് ഫോമിൽ തന്നെ നിവൃത്തിയുള്ളൂ തൽക്കാലം കേട്ടോ. ഫോർ ബൈ 3 pi r cube. എഴുതി വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകരുത്. സർഫസ് ഏരിയയിൽ പൈ ആർ സ്ക്വയറും ഇവിടെ പൈ ആർ ക്യൂബും ആണ്. രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഇവിടെ പൈ ആർ ക്യൂബ് ആണ്, അവിടെ പൈ ആർ സ്ക്വയർ ആണ്. ചോദിച്ചോ. സാർ ഈ ക്യൂബ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാതെ വേറെ വല്ല മെത്തേഡ് ഉണ്ടോ? ഇല്ല, ക്യൂബ് അതിനോട് നമ്മൾ മൾട്ടിപ്ലൈ തന്നെ വേണം. അല്ലെ പിന്നെ നമ്മൾ ബൈ ഹാർട്ട് ഓർത്ത് 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്, 5 ക്യൂബ് 125 ആണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എനിക്ക് എളുപ്പം മൾട്ടിപ്ലൈ ആണ്, ചുമ്മാ ഇനി ബൈ ഹാർട്ട് എമൗണ്ട് കാര്യമൊന്നുമില്ല. മൾട്ടിപ്ലൈ എളുപ്പം, ജസ്റ്റ് ഒരു സിംഗിൾ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നുള്ളൂ. എഴുതിയില്ലേ? ഇനി അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ചാടിക്കയറി എഴുതരുത്. എനിക്കിനി 2 പേരെ കൂടി കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ സർഫസ് ഏരിയയും വോളിയവും എഴുതിയത് സ്ഫിയറിന്റെ ആണ്, ശരിയല്ലേ? എന്തായിരിക്കും ഇതൊരു ഹെമിസ്ഫിയറിന്റെ കേസിലേക്ക് വന്നാൽ?
നമ്മൾ എഴുതി വെച്ച ഫോമിലേക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്ഫിയർ അല്ലാട്ടോ, സ്ഫിയറിന് പകരം ഒരു ഹെമിസ്ഫിയർ വന്നാൽ എന്തായിരിക്കും സർഫസ് ഏരിയയുടെ ഫോർമുല, എന്തായിരിക്കും വോളിയത്തിന്റെ ഫോർമുല? ഇതാണ് നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ ഫോർമുല ടു ഫൈൻഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ? നിങ്ങൾ ആദ്യം ഹെമിസ്ഫിയറിന്റെ വോളിയം ചിന്തിച്ചു നോക്കുക. സർഫസ് ഏരിയ അല്ല, ഫസ്റ്റ് യു തിങ്ക് അബൌട്ട് ദ വോളിയം. എന്തായിരിക്കും വോളിയത്തിന് സംഭവിക്കുക? നിലവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വോളിയം, അത് സ്ഫിയറിൽ നിന്ന് ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആലോചിച്ചോളണം. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിന് നേരെ പകുതിയാണ്, അല്ലേ? സ്ഫിയറിന് നേരെ പകുതിയാണ് ഹെമിസ്ഫിയർ. വോളിയം എന്തായിരിക്കും വരിക? ഒന്ന് ആലോചിച്ചിരിക്കാൻ നോക്കട്ടെ എവരിവൺ. എന്തെങ്കിലുമൊക്കെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആവാടോ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ. സർഫസ് ഏരിയ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, ഇപ്പോൾ എഴുതണ്ട, വോളിയം മാത്രം. തേർട്ടി സെക്കൻഡ്സോടെ മാക്സിമം. എന്താക്കിയ ഫോമുല ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. എങ്ങനെ നമുക്ക് ഫോമിലേക്ക് എത്താൻ പറ്റും? അല്ല മീൻ ഡിഎസ്, എനി മെത്തേഡ് ടു ഫൈൻഡ് ദ ഫോമുല? സാർ പറ. ഈ സർക്കിളിന്റെ പകുതിയല്ലേ ഹെമിസ്ഫിയർ? സർക്കിളിന്റെ പകുതി അല്ല ഹെമിസ്ഫിയർ, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സ്ഫിയറിന്റെ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഒരു ഹാഫ് ഇട്ട് കൊടുത്താ പോരെ? മതി. അപ്പൊ സിംപ്ലിഫൈ ചെയ്തോ? സിംപ്ലിഫൈ ഹാഫിന് നമുക്കൊന്ന് സിംപ്ലിഫൈ എത്തിക്കാൻ പറ്റും നല്ല ഫോമിലേക്ക്. ചെയ്ത വേഗം. അമാനമ്മൻ 2/3 ആണ്. എങ്ങനെ 2/3 കിട്ടിയെന്ന് പറയണം. ആര് ക്യാൻസൽ ചെയ്തു? അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്തേ? നിലവിലെ ഫോമുല 4/3 πr³ ആണ്. അതിനെ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത്. 4/3 πr³ എന്നുള്ള ഫോമുല എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് വോളിയം ഓഫ് ഹെമിസ്ഫിയർ കിട്ടുക? എന്ത് വെച്ച്? ഞാൻ ചോദിക്കട്ടെ, ഹെമിസ്ഫിയറും സ്ഫിയറും തമ്മിലുള്ള ബന്ധം എന്താ? ആരുടെ ഹാഫാണ് ആര്? സ്ഫിയറിന്റെ ഹാഫാണ് ഹെമിസ്ഫിയർ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വോളിയം തമ്മിലുള്ള ബന്ധം എന്താ? സ്ഫിയറിന്റെ ഹാഫാണ് ഹെമിസ്ഫിയർ എങ്കിൽ ഒരു സ്ഫിയറിനുള്ളിൽ 10 കിലോ സാധനം ഒരു അരി ഇട്ട് വെക്കാൻ പറ്റും. ഒരു സ്ഫിയറിനുള്ള 10 കിലോ അരി ഇട്ട് വെക്കാൻ പറ്റും. ഈ സ്ഫിയറിനെ മുറിച്ച് 2 ഹെമിസ്ഫിയർ ആക്കിയാൽ ഓരോ ഹെമിസ്ഫിയറിൽ എന്തോരം അരി ഇട്ട് വെക്കാൻ പറ്റും? അമാനമ്മൻ എന്നോട് തന്നെ. എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? 10 കിലോ അരി നമുക്ക് ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട് എങ്കിൽ ആ സ്ഫിയറിനെ കട്ട് ചെയ്ത് ഹെമിസ്ഫിയർ ആക്കിയാൽ എന്തോരം അരി നമുക്ക് ഹെമിസ്ഫിയർ ഇടാൻ പറ്റും? 5 കിലോ. എന്താ 5 കിലോ ആവാൻ കാരണം? എന്റെ ഹാഫ്. അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്, വേറൊന്നുമല്ല. വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ് സ്ഫിയറിന്റെ വോളിയം. അതിന്റെ ഹാഫ് 2 4 നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് 2/3 πr³ ഫൈനൽ ആൻസർ കിട്ടും. 2/3 πr³ will be the final answer. കിട്ടിയായിരുന്നോ എല്ലാവർക്കും?
ഇനി ഇത് 1/2 മൾട്ടിപ്ലൈ പറയുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. 4/3 പൈ ആർ ക്യൂബ് ബൈ 2. അതായത് കറക്റ്റ് ആണ്, ഉത്തരം മാറൊന്നുമില്ല. 2/3 പൈ ആർ ക്യൂബ് തന്നെ ആൻസർ കിട്ടും. 2/3 പൈ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കഴിഞ്ഞോ? അപ്പോൾ ഒരു ഒരു സ്ഫിയറിന്റെ നേരെ പകുതിയാണ് ഹെമിസ്ഫിയർ. സ്ഫിയറിന്റെ 4/3 പൈ ആർ ക്യൂബ് ആയപ്പോൾ 2/3 പൈ ആർ ക്യൂബ് ആയി. ഇത് തന്നെ നിങ്ങൾ നേരെ സർഫസ് ഏരിയയിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. വേഗം 30 സെക്കൻഡ് മതി കേട്ടോ. സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്നായിരിക്കും. വേഗം 10 സെക്കൻഡോടെ കേട്ടോ. മതിയോ? ഈ ടൈം മതിയോ? മതി. ഫോമിലെ പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത്? അബ്ദുൽ അസീസ് കേൾക്കട്ടെ. 2 പൈ ആർ സ്ക്വയർ. 2 പൈ ആർ സ്ക്വയർ. സർഫസ് ഏരിയ ഈക്വൾ നമുക്ക് 2 പൈ ആർ സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. 2 പൈ ആർ സ്ക്വയർ. Formula to find surface area of a hemisphere 2 pi r square. ഇതല്ലാത്ത എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇതല്ലാത്ത എന്തെങ്കിലും ഫോമുല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇതല്ലാത്ത ഫോമുല 1 2 പേർക്ക് ഇതിൽ എന്തൊക്കെയോ ചില കൺഫ്യൂഷൻസ് പറയുന്നുണ്ട്. നിലവിൽ 2 പേർക്കാണ് കൺഫ്യൂഷൻ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് ഞാൻ പറയും, എന്താ പ്രശ്നം? സർ ബേസിന്റെ ഏരിയ കൂടി കൂട്ടണ്ടേ? അപ്പൊ എന്താ ഫോമുല വരിക? 3 പൈ ആർ സ്ക്വയർ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. വോളിയം പോലെ അല്ല, ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോ നിലവിൽ നമ്മളുടെ കയ്യിലുള്ള മാറ്റി വന്നു നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇവിടെയുണ്ട്. ഇതാണ് നിലവിൽ നമ്മളുടെ കയ്യിലുള്ള 2 ഹെമിസ്ഫിയേഴ്സ്, ശരിയല്ലേ? ശ്രദ്ധിച്ച് കേട്ടോളണ്ടോ. ദിസ് ഈസ് വാട്ട് വി ഹാവ് റൈറ്റ് നൗ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഇനീഷ്യലി ഒരു സ്ഫിയർ ഇങ്ങനെ ഉണ്ടായി. ഓക്കെ, ഈ കാണുന്ന വലിയ സ്ഫിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന 2 ഹെമിസ്ഫിയേഴ്സ് ആണ് ഈ കാണുന്ന മുകളിലും താഴെയുള്ള ആൾക്കാർ, ശരിയല്ലേ? അപ്പൊ നമ്മൾ സ്പേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഈ സ്ഫിയറിന്റെ ഉള്ളിൽ വരുന്ന ഈ സ്പേസ് ഇതല്ലേ, ഈ ഉള്ളിലെ സ്പേസിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇവന്റെ ഉള്ളിലെ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്പേസ് ഇൻസൈഡ്. എന്താ റിഹാൻ വേസ് അതിന്റെ പേര്? ഇതിന്റെ ഉള്ളിൽ സ്പേസിന്റെ വോളിയം. അതിനെ നമ്മൾ വോളിയം എന്ന് പറയാം, അല്ലെ? ഇതിന്റെ ഉള്ളിൽ എത്ര സ്പേസ് ഒക്കുപൈ ചെയ്യാനുണ്ട്, ഇതാണ് വോളിയം. അത് ഞാൻ നേരെ പകുതിക്ക് മുറിച്ചു. ഇതെങ്ങനെ നേരെ പകുതിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തപ്പോ ഇവിടെ മൊത്തം വോളിയത്തിന്റെ പകുതി വന്നു, ഇവിടെയും മൊത്തം വോളിയത്തിന്റെ പകുതി വന്നു, ശരിയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു മൊത്തം വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണെങ്കിൽ ഒരു പോർഷന്റെ വോളിയം 2/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. അടുത്ത പോർഷന്റെ വോളിയവും 2/3 പൈ ആർ ക്യൂബ് തന്നെ. ഇവിടെയാണ് പപ്പാതിയാവുക. മൊത്തം 50 കിലോയാണ് വെക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു ഹാഫിൽ 25, അടുത്ത ഹാഫിൽ 25 എന്ന് പറയുന്നു. കറക്റ്റ്? ശരി, ഇനി കേട്ടോ. ഞാൻ തൽക്കാലം വോളിയത്തിന്റെ പോർഷൻ മാറ്റോട്ടെ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. വോളിയത്തിന്റെ ഐഡിയ എവരി വൺ ക്ലിയർ ആണോ? വോളിയം തലയാട്ടിക്കേ ആരട്ടെ തലയൊക്കെ? റിഹാനെ തലയൊക്കെ കാണട്ടെ. മുഹമ്മദ് റിഹാൻ ഒന്ന് ആടട്ടെ. ഓക്കെ, ഇനി നമ്മളിത് നേരെ സർഫസ് ഏരിയയിലേക്ക് കൊണ്ടുവരാൻ പോവാടോ. അപ്പൊ എന്താണ് അവിടെ മാറ്റം? ശ്രദ്ധിച്ചു നോക്കിക്കോ.
ശരിക്കും എന്താ നമ്മൾ ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത്? എന്താ സാധനം സർഫസ് ഏരിയ? വാട്ട് ഈസ് ആക്ച്വലി സർഫസ് ഏരിയ? അഹമ്മദ് അബ്ദുൽ കരീം, എന്താണ് ഈ സർഫസ് ഏരിയ? സർഫസിലുള്ള എല്ലാ ഏരിയ സർഫസിലുള്ള മൊത്തം ഏരിയ. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുറത്തുള്ള നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന, വേർഡ് ഞാൻ ഒന്നോടെ ഉപയോഗിക്കുന്നു, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന മൊത്തം പോർഷൻ, ഇതല്ലേ സർഫസ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കേട്ടോട്ടോ. അപ്പോ സ്ഫിയറില് ഇതാണ് സർഫസ്. ഇത് കണ്ടോ, സർഫസ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ കാണുന്നത് ഇതിങ്ങനെ വന്നു, ഇതാണ് സർഫസ് ആണല്ലോ അല്ലെ? ചുറ്റിലുമുള്ള ആ ഉരുണ്ടിരിക്കുന്ന ആള്, റൈറ്റ്? ശരിയല്ലേ എവരി വൺ? ഓക്കെ, ഈ കാണുന്നതിൻ്റെ ഏരിയയാണ് ഇപ്പൊ നമുക്ക് 4πr² കിട്ടിയത്, റൈറ്റ്? ഞാൻ ഇവരെ നേരെ പകുതിക്ക് മുറിക്കുന്നു. ശ്രദ്ധിച്ച് നോക്കിക്കോളണം കേട്ടോ. തൊട്ടിപ്പുറം നമ്മൾ കാണിച്ചു വെച്ചേക്കും പോലെ ഇങ്ങനെ ഇവനെ മുറിച്ചു. ഇത് കണ്ടോ, ഇങ്ങനെ പകുതിക്ക് മുറിച്ചു. അപ്പൊ മൊത്തം ചുറ്റിലുമുള്ള പോർഷൻ അല്ലെങ്കിൽ മൊത്തം നമുക്ക് അതിന്റെ പുറത്തോടെ ഇങ്ങനെ കറങ്ങിയാലുള്ള ഏരിയയാണ് 4πr². കൃത്യം പകുതിക്ക് മുറിച്ചാൽ, കേട്ടോ, ഈ കാണുന്ന പോർഷൻ, ഞാൻ വേറെ കളർ കൊടുക്കട്ടോ. സപ്പോസ് നമുക്ക് ഈ കാണുന്ന പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടിയോ? ഒന്നോടെ നമുക്ക് കൊടുക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായി കിട്ടും. വേറെ കളർ നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യാൻ പറ്റിയത് നോക്കട്ടെ. കൃത്യമായിട്ട് ആ ഐഡിയ കിട്ടിയില്ലെങ്കിലല്ലോ പിള്ളേരെ നമ്മൾ ഈ ചെയ്യുന്ന പണിയൊക്കെ വെറുതെ ആവുന്നതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ കറങ്ങി, കണ്ടോ, ഇങ്ങനെ നമ്മൾ കറങ്ങി. ഇതാണ് ഒരു ഹെമിസ്ഫിയർ. ബ്ലാക്കിൽ കാണുന്ന ഒരു ഹെമിസ്ഫിയർ, ഗ്രീനിൽ കാണുന്ന വേറെ ഹെമിസ്ഫിയർ. അതൊക്കെ അല്ലേ? ഓക്കെ, ഈ രണ്ടും കൂടെ ചേരുമ്പോൾ മൊത്തം നമുക്ക് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ ഹെമിസ്ഫിയർ, സോറി സ്ഫിയറിന്റെ സർഫസ് ഏരിയ. ഓക്കെ, അതിന്റെ ഫോർമുല നിലവിൽ നമ്മുടെ കയ്യിലുണ്ട്, 4πr². അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം കറുപ്പും പച്ചയും കൂടെ കൂടുന്നത് മൊത്തം 4πr² ആണെങ്കിൽ ഈ കറുപ്പ് മാത്രം എത്രയുണ്ട്, ഈ പച്ച മാത്രം എത്രയുണ്ട്? ഇൻസാഫേ എത്രയുണ്ട് അവിടെ? ബ്ലാക്ക് മാത്രം ഞാൻ പറഞ്ഞേ 2 ആണ്. മൊത്തം 4πr² ആവുമ്പോ ബ്ലാക്ക് മാത്രം 2πr². ഒരു സംശയം വേണ്ട. ഈ ഗ്രീൻ മാത്രം 2πr². കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ നേരെ ഹെമിസ്ഫിയറിലേക്ക് നോക്കി. വെൻ വി ലുക്ക് ഇൻ ടു ദ ഹെമിസ്ഫിയർ, അവിടെ സർഫസ് എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, സർഫസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക ബ്ലാക്ക് ആയിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ആ ചുറ്റും വളഞ്ഞിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന സംഗതി മാത്രമാണോ അവന്റെ സർഫസ്? ഹെമിസ്ഫിയറിന്റെ അല്ല, അല്ല. പിന്നെ എന്തോടെ ഉള്ള അഹമ്മദ് അബ്ദുൽ കരീം? പിന്നെ എന്തോടെ ഉള്ള? there comes the issue. അവിടെ കേവലം നമുക്ക് വളഞ്ഞിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് മാത്രമല്ല, അത് കൂടാതെ ഇവിടെ ഒരാള് കൂടി വന്നു. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു സർഫസോടെ അവിടെ കയറി വന്നു. ഇത് നമുക്ക് ടച്ച് ചെയ്യാവുന്ന സർഫസാ, നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്യാവുന്ന സംഗതിയാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ അടുക്കളയിൽ ഒരു തക്കാളിയോ ഒരു ഓറഞ്ചോ ഒരു കിഴങ്ങോ പൊട്ടറ്റോയോ എന്തെങ്കിലും, ഓക്കെ, നമ്മൾ കൃത്യം ഇങ്ങനെ പകുതിക്ക് മുറിച്ചു, കൃത്യം പകുതിക്ക് മുറിച്ചു. അപ്പൊ ആദ്യം മുറിക്കുന്നതിന് മുമ്പ് അവൻ ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് ഉരുണ്ടിരിക്കുക. ഓക്കെ, പകുതിക്ക് മുറിച്ചു കഴിയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അതേ സർഫസ് അവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പുതിയ സർഫസ് ഉണ്ടാവും, ശരിയല്ലേ? ആ പുതിയ സർഫസ് ഇപ്പം പച്ചയും കൊണ്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഉരുണ്ടിരിക്കുന്ന ആള്, ഈ കാണുന്ന പോർഷൻ, ഇവന്റെ സർഫസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കാണുന്ന ഞാനിപ്പോ ഇവിടെ യെല്ലോയിൽ കൊടുക്കുന്ന ആളുടെ ഏരിയയാണ് തൊട്ട് മുമ്പ് നമ്മൾ 2πr² എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ ഒരു സർക്കിൾ കൂടി വന്നു. സർക്കിളിന്റെ ഏരിയ എന്താ ഐഷ? സർക്കിളിന്റെ ഏരിയ πr². അപ്പൊ എന്താ സംഭവിച്ചേ? ചുറ്റിലും ഉരുണ്ടിരിക്കുന്ന ആള് 2πr²,
ഇപ്പൊ ഒരു സർക്കിൾ കൂടി വന്നു ഒരു പൈ ആർ സ്ക്വയറിൽ. അപ്പൊ നമ്മൾ പറയും ഇവന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 പൈ ആർ സ്ക്വയർ അല്ല, അതിന്റെ കൂടെ ഒരു പൈ ആർ സ്ക്വയറിന് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി സർഫസ് ഏരിയ ആസ് 3 പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് വരും. അതില് 2 പൈ ആർ സ്ക്വയർ നമ്മളുടെ കേർവ്ഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു പൈ ആർ സ്ക്വയർ ആ ബേസിൽ വന്ന സർക്കിളാണ്. നിങ്ങൾക്ക് തിരിയുന്ന പോലെ നോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദ 4 ഫോർമുലാസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. 4 ഫോർമുല നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ എന്തൊക്കെ വേണം അതൊക്കെ നോട്ട് ചെയ്തോ. ഇർഫാൻ അനസ് ചോദിച്ചു. സാർ ഈ സർഫസ് നമുക്ക് പെരിമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സർഫസ് ഏരിയ വേറെ, പെരിമീറ്റർ വേറെ. ഇതാവണേ, ഒരു മിനിറ്റ് മാക്സിമം. 4 ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്കും ഇമ്പോർട്ടൻസ് കുറവില്ല. എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് തിരിയുന്ന പോലെ നോട്ട് ചെയ്യാം കേട്ടോ. വേഗം 30 seconds more. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? നമുക്ക് ജസ്റ്റ് 1-2 എക്സാമ്പിൾസിനെ കണക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയൊക്കെ താഴെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു സ്റ്റെപ്പും പറയില്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ വേറൊന്നുമല്ല. ഫൈൻഡ് the volume and the surface area of a sphere find the volume and the surface area of a sphere having radius 4 centimeter. Having radius 4 centimeter. Having radius 4 centimeter. Yes, Abin. സാർ പൈക്ക് വാല്യൂ കൊടുക്കണം? ഒരിക്കലും ആവശ്യമില്ല. നമ്മൾ കോണിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. നോ ഡിഫറൻസ്. കോസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും വന്നാൽ മാത്രം വാല്യൂ കൊടുത്താൽ മതി. അതിന് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല. ചെയ്യണേ, 1 മിനിറ്റ് മതി മാക്സിമം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് പറയണ്ട ഷഹാൻ? എന്താ തന്നിട്ടുള്ളേ? റേഡിയസ്. എന്താ കണ്ടുപിടിക്കണ്ടേ? വോളിയം, സർഫസ് ഏരിയ സ്ഫിയറിന്റെ. എന്താ ഫോർമുല? വോളിയത്തിന്റെ 4/3 പൈ ആർ ക്യൂബ്. പിന്നെ സർഫസ് ഏരിയയുടെ 4 പൈ ആർ സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാൻ ആവശ്യമായ എന്തെങ്കിലും സാധനം ഇപ്പൊ നമുക്ക് നിലവിലെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുണ്ടോ? ഇല്ല. റേഡിയസ് തന്നിട്ടുണ്ട്. നേരെ ചെയ്തു. നേരെ ഫോർമുല ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ ഒന്നും ഇല്ല കേട്ടോ. വേറെ ചിന്തിക്കാനേ ഇല്ല. നേരെ ഫോർമുല ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. നേരെ ഫോർമുല ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെസിമലിലേക്ക് കൊണ്ടുപോകണ്ട. കട്ടായി പോകുന്നില്ല എങ്കിൽ കീപ് ഇറ്റ് ആസ് ഫ്രാക്ഷൻ. ഇതൊക്കെ നമ്മൾ കോണിലും പിരമിഡിലൊക്കെ പറഞ്ഞ അതേ കാര്യങ്ങൾ. ചോദിച്ചോ മോനെ, അഭിനയ ചോദിച്ചോടാ. ഈ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യണ്ടല്ലോ, ഡയറക്റ്റ് ചെയ്താൽ പോരെ? അഡീഷനിലും സബ്ട്രാക്ഷനിലും ക്രോസിംഗ് വരുള്ളൂ. ക്രോസിംഗ് ഈസ് ഓൺലി ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ.
എന്താക്കി വോളിയത്തിന്റെ ആൻസർ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. സാബിത്ത് പി എം പറഞ്ഞടാ, എങ്ങനെ വരിക വോളിയത്തിന്റെ? സാർ ഞാൻ ആദ്യം സർഫസ് ഏരിയ ഉണ്ട് ആയിക്കോട്ടെ. സർഫസ് ഏരിയ എത്ര കിട്ടി? 64 പൈ 64 പൈ ആണോ? അതേഴ്സ്? ഓക്കെ. എത്ര സർഫസ് ഏരിയ 64 പൈ ആണെങ്കിൽ വോളിയത്തിന്റെ വാല്യൂ? വോളിയം മുഹമ്മദ് അബ്ദുറഹ്മാൻ, വോളിയം സാർ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഔട്ടർ നിസാറല്ലേ ഉള്ളൂ. സർഫസ് ഏരിയ 4 പൈ ആർ സ്ക്വയർ, 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 4 ആണ്. 4 ഇൻറ്റു പൈ ഇൻറ്റു 16, 64 പൈ. യൂണിറ്റ് എഴുതാൻ മറന്നു പോയിട്ടോ, സെന്റിമീറ്റർ സ്ക്വയർ. വോളിയം 4/3 പൈ ആർ ക്യൂബ്, 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 4 ആണ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. $256 π/3 അല്ലേ ഫൈനൽ ആൻസർ വന്നേ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമ്മുടെ സ്ഫിയറിന് പറയും ഹെമിസ്ഫിയർ ചോദിച്ചാൽ നേരെ ഫോമിൽ മാറുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെയ്യാവുന്നല്ലോ, കുഴപ്പമില്ലല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ വേഗം ഏതൊക്കെ താഴെ. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ? വാട്ട് ഈസ് the radius of a sphere having surface area 100 pi centimeter square. സെന്റിമീറ്റർ സ്ക്വയർ. ഒന്ന് ആലോചിച്ച് വേഗം ചെയ്ത്. സർഫസ് ഏരിയ 100 pi centimeter സ്ക്വയർ ആണ്, കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കി വേഗം. ഒരു മിനിറ്റോടെ മാക്സിമം കേട്ടോ, ഒരു മിനിറ്റ് കൂടി മാക്സിമം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യണം. കഴിഞ്ഞില്ലേ? ഓക്കെ, സിമ്പിൾ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ആൻസർ എത്ര ആൻസർ കിട്ടിയേ? 5 എന്ന് ആൻസർ കിട്ടും. എങ്ങനെ ആൻസർ കിട്ടിയേ? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4 pi r square is equal to 100 pi. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4 pi r സ്ക്വയർ ആണ്. 4 pi r സ്ക്വയർ ഈക്വൽ ടു 100 pi നമ്മൾ കൊടുക്കും. അപ്പൊ നേരെ r സ്ക്വയർ ഈക്വൽ ടു 100 pi divided by 4 pi. Pi and pi get cancelled, 100 and 4 get cancelled, 25. R equal to root 25, 5 എന്ന് ആൻസർ കിട്ടും. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വേണ്ട, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് the radius of a cone, radius of a sphere, find the radius
of a sphere. Find the radius of a sphere having volume 288 pi centimeter cube. pi centimeter cube. ഞാൻ ചെയ്തു. ശ്രദ്ധിച്ചാലോചിച്ച് ചെയ്യാട്ടോ. വേഗാവണം. ഒരു മിനിറ്റ് അവിടെ. റേഡിയസ് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. റേഡിയസ് കിട്ടിയ ആളുകൾ, ഒരാള്, രണ്ടാള്, മൂന്നാമത്തെ എൻ്റെ തന്നെയാണ്. 1 2 3. ഓക്കെ, ബിലാൽ എത്രടാ ഫൈനൽ ആൻസർ കിട്ടിയ റേഡിയസ്? റൂട്ട് 432 റൂട്ട് 400 അല്ലല്ലോടാ, മിസ്റ്റേക്ക് പോലുമല്ലോ. അബിൻ ഏതാ? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ആഫിയ റൂട്ട് 260. റൂട്ട് 260യിലും ചെറിയ തെറ്റ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇർഫാൻ അനസ് 6 നോക്കാം കേട്ടോ. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതൊന്നും ആദ്യം പറഞ്ഞ കേൾക്കട്ടെ. അൽഫിയ സിദ്ദീഖ്, എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളേ? വോളിയം തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പോൾ വോളിയം ഈക്വൽ 288 തന്നിട്ടുണ്ട്. വോളിയം ഈക്വൽ 288 പൈ. പറഞ്ഞ ഫോമുല, വോളിയത്തിന്റെ ഫോമുല ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. എന്താണ് വോളിയം കണ്ടുപിടിക്കാൻ ഫോമുല? മുഹമ്മദ് റിഹാൻ 4/3 pi r cube. 4/3 pi r cube equal to 288 പൈ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കണ്ടോളാം. വേറൊന്നുമില്ല, കണ്ടുപിടിക്കേണ്ട റേഡിയസ് ആണ്. അപ്പൊ റേഡിയസിനെ ഞാൻ ഇവിടെ അങ്ങനെ തന്നെ നിർത്തുന്നു. r ക്യൂബ് ഈക്വൽ ടു 288 പൈ ഓൾറെഡി അവിടെ ഉണ്ട്. 3 ഡിനോമിനേറ്ററിലായതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇൻറ്റു ആവും. 4ഉം 5ഉം ഡിനോമിനേറ്ററിലേക്ക് വരും. ക്ലിയർ അല്ലേ? നമ്മൾ r ക്യൂബ് ഒഴികെ, ഈ കാണുന്ന r ക്യൂബ് ഒഴികെ ബാക്കി എല്ലാവരെയും കൊണ്ടുവന്നു. അപ്പൊ 4ഉം 5ഉം ഓൾറെഡി ഇൻറ്റു എന്നുള്ള ഫോമാണ്, താഴത്തേക്ക് വന്നു. 3 ഡിനോമിനേറ്റർ അതുകൊണ്ട് ന്യൂമറേറ്ററിലേക്ക് വരും. റൈറ്റ്? ഇനി നമ്മൾ വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. പൈ ആൻഡ് പൈ ക്യാൻ ബി ക്യാൻസൽ. 4ഉം 288ഉം കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 144ഉം 2 ആണ്. ഒന്നോടെ കട്ട് ചെയ്താൽ 72 എന്ന് കിട്ടും.
അപ്പൊ ആർ ക്യൂബ് ഈക്വൽ ടു 72 ഇൻറ്റു 3 എന്ന് വന്നു. 72 ഇൻറ്റു 3 എന്ന് പറയുന്നത് 21 216 ആണ്. ഇങ്ങനെയൊക്കെ കിട്ടിയായിരുന്നോ? ഇങ്ങനെയൊക്കെ ഇവിടം വരെ കിട്ടിയിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത് ഇവിടം വരെ. ഫൈൻ 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 ഫൈൻ. ഇനിയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. എന്താണെന്നറിയാം, ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു കേട്ടോളാം കേട്ടോ. സപ്പോസ് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ആർ സ്ക്വയർ ഈക്വൽ ടു 225 എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ ആർ ഈക്വൽ ടു റൂട്ട് 225 എന്ന് എഴുതും. അതിന്റെ റൂട്ട് 15. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആർ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 169 എന്നാ കിട്ടിയെങ്കിൽ നമ്മൾ ആർ ഈക്വൽ ടു റൂട്ട് 169 എന്ന് എഴുതും. റൂട്ട് ഓഫ് 169 13 ആണ്. ഇനി അതുമല്ല, ഇപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു 400 എന്ന് കിട്ടിയാൽ നമ്മൾ എഴുതും ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 400. അതിന്റെ ഉത്തരം 20. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഫെമിലർ ആയ, ഇനിയിപ്പോ വലിയ അറിയില്ലാത്ത വാല്യൂ വന്നാലും ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? എന്നാൽ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന സ്ക്വയർ എന്നല്ല, പകരം ക്യൂബ് എന്നാണ്. ഇതുവരെ നമ്മുടെ ചർച്ചകളിൽ കടന്നു വരാത്തൊരു സാധനമാണ് അത്, റൈറ്റ്? അവനെ എങ്ങനെയാ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ എഴുതുന്നത് ഇങ്ങനെ കേട്ടോ. ആർ ക്യൂബ് 216 ആണെങ്കിൽ ആർ ഈക്വൽ ടു റൂട്ട് 216 നല്ലാട്ടോ എഴുതുക. അതിന്റെ മുമ്പിൽ ഇത് ഇങ്ങനൊരു സാധനം ഇടും. കണ്ടോ? ഇത് നമ്മൾ വിളിക്കുക ക്യൂബ് റൂട്ട് ഓഫ് എന്നാണ്. മറ്റേ സ്ക്വയർ റൂട്ട് ഓഫ് എന്നല്ലേ പറയാ, അല്ലെ? ആർ സ്ക്വയർ വന്നപ്പോ സ്ക്വയർ റൂട്ട് ഓഫ്, ആർ ക്യൂബ് വന്നാൽ ക്യൂബ് റൂട്ട് ഓഫ്. പിടിയോ? ശരി. കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ, വേറൊന്നും അല്ല. നമ്മൾ പഠിച്ച അതേ ഫാക്ടറൈസേഷൻ ആണ്. നമ്മൾ നേരെ 216 ഫാക്ടറൈസ് ചെയ്യും. നോക്കൂ, 216 2 വെച്ച് തുടങ്ങിയാൽ 108, ഒന്നോടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 54, ഇനിയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 27, ഇനി 2 പറ്റില്ല, 3 എടുക്കണം. 9, വീണ്ടും 3 എടുക്കണം. 3 1. ഓക്കെ. സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് ആളെടുത്തോണ്ടിരുന്ന ഫസ്ന? സ്ക്വയർ റൂട്ട് ആയിരുന്നെങ്കിൽ കോമൺ ആയിട്ടുള്ളത് പുറത്തെഴുതണം. കോമൺ ആയിട്ട് എത്ര പേരുന്ന പുറത്തെടുക്കുക? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ നമ്പേഴ്സ് 2 3 ഒക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര പേരിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് എടുക്കുക? 2 പേരുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരാളെ എടുക്കും. സ്ക്വയർ റൂട്ട് ആയിരുന്നെങ്കിൽ ഇതായിരുന്നു പരിപാടി. 2 2 തവണ വന്നിട്ടുണ്ട്, 3 2 തവണ വന്നിട്ടുണ്ട്. ഇവനിൽ നിന്ന് ഒരെണ്ണം കിട്ടും, ഇവനിൽ നിന്ന് ഒരെണ്ണം കിട്ടും. ഈ ആളും റൂട്ടിനുള്ളിൽ ബാക്കിയാവും, ശരിയല്ലേ? ഇതാണ് സ്ക്വയർ റൂട്ട് ആണെങ്കിലുള്ള പണി. ക്യൂബ് റൂട്ടിൽ അങ്ങനെയല്ല. ക്യൂബ് റൂട്ടിൽ നമ്മൾ ചെയ്യുക 3 പേരിൽ നിന്നാണ് ഒരാളെ പുറത്തെടുക്കാൻ പറ്റുക. 3 പേരിൽ നിന്ന് ഒരാൾ പുറത്തു വരും, അടുത്ത 3 പേരിൽ നിന്ന് ഒരാൾ പുറത്തു വരും. അടുത്ത 3 എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ആയതുകൊണ്ട് കേട്ടോ, ചുമ്മാ ആദ്യം വന്ന 3 ഒരാളെന്നല്ല. 3 2 ഉണ്ട്, 1 2 പുറത്ത്. 3 3 ഉണ്ട്, 1 3 പുറത്ത്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ നമ്പേഴ്സ് ആയിട്ട്? അപ്പോ ക്യൂബ് റൂട്ട് ഓഫ് 216 എന്ന് പറഞ്ഞാൽ 6 ആൻസർ. ഇതാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ നോർമൽ ഫാക്ടറൈസേഷൻ തന്നെ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 3 we will take 1. അത്രേ ഉള്ളൂ ഇവിടുത്തെ പ്രത്യേകത. ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 3 we will take 1 outside. 3 നിന്ന് ഒരുത്തനെ പുറത്തെടുക്കും. 3 നിന്ന് ഒരാളെ പുറത്തെടുക്കും. ഡൗട്ട് ഉണ്ടോ എനിവൺ? എക്സാമ്പിൾസ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടെ എക്സാമ്പിൾ ചെയ്താലേ നമുക്കത് ക്ലിയർ ആവും. അതിന്റെ ബേസിക് ഒരു ഐഡിയ പറഞ്ഞതാണ്. സാർ പറഞ്ഞോ. പഠിപ്പിച്ചല്ല 3 അടുത്ത് അടുപ്പിച്ചല്ല വന്നേക്കണെങ്കിൽ എടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോ 2 വന്നു, വീണ്ടും ഒരു 2 വന്നു, വീണ്ടും ഒരു 3 വന്നു. ഇതൊന്നും എടുക്കാൻ പറ്റൂല. ഒരേ ആള് തന്നെ 3 എണ്ണം വന്നാൽ പടിയിൽ 2 വന്നാലോ? അതെടുക്കാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാലോ. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 വെച്ചുള്ള ഡിവിഷൻ മൊത്തം തീർന്നിട്ട് 3ലേക്ക് കയറിയാൽ മതി. ഓക്കെ, റൈറ്റ്. അവിടെ നിൽക്കട്ടെ. റിമൈനിങ് വിൽ ഡിസ്കസ് ഓൺ ടുമോറോ ദ സെയിം ടൈം. താങ്ക് യു സാർ. താങ്ക് യു സാർ.